ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അതെ, പക്ഷേ നമ്മുടെ വചനം കേൾക്കാൻ നല്ല ഏകാഗ്രതയോടെ, നിങ്ങൾ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഏകാഗ്രതയൊക്കെ ഉണ്ട്. നല്ല ഏകാഗ്രതയോടെ ഇരിക്കുകയാണ്, നല്ല ശ്രദ്ധിച്ചിരിക്കുകയാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ കളിച്ചിരിയൊക്കെ നിർത്തി ആ വിഷയം വെച്ചാൽ നല്ല അടക്കം ഒതുക്കം, ബൈബിൾ എടുത്ത് വെച്ചു, നോട്ട്ബുക്ക് എടുത്ത് വെച്ചു, അത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഏകാഗ്രതയോടെ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ മേൽ കർത്താവിന്റെ ആഗമന പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. രാത്രിക്ക് ശേഷം പ്രഭാതം വന്നതുപോലെ കർത്താവ് ആ സമൂഹത്തിൽ വരും. എങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു പറയും. വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ മഞ്ഞിങ്ങനെ പൊയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് റൂഹ നമ്മുടെ മേൽ വന്ന് നിറയും. നമ്മുടെ ഒരു റൂഹ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്ന് നിറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊന്നല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവുണ്ട്. അതിങ്ങനെ നല്ലൊരു കൃപയായിട്ട് രൂപാന്തരപ്പെടും. ഇന്നത്തെ വിഷയം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. പുറകെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ അതുപോലെ നമ്മൾ സ്നേഹിക്കുകയാണ്. ആത്മാവിന് വലിയൊരു അഭിഷേകം കർത്താവ് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ഞങ്ങളെ മതിലത്തെ വിശ്വസിക്കുന്നു. പോലെ വസന്തവൃഷ്ടി പോലെ മഴ പോലെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ഉണർത്തണമേ. അഭിഷേകം ഞങ്ങൾക്ക് വലിയ സന്തോഷത്തോടെ തൂമഞ്ഞു പോലെ പരിശുദ്ധമാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഭിഷേകം ഞങ്ങൾക്ക് കൈയടിച്ച് ഇറങ്ങിയപ്പോ ശിഷ്യരിറങ്ങി പകർന്നതുപോ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുകയാണ്, റൂഹായോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവ വൈദ്യരെ, നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിസ്സാരമായിട്ട് നൽകരുത്. ഓ കർത്താവേ, പഴയ ദൈവ കാലഘട്ടത്തിൽ മോശയിലൂടെ, യോശുവയിലൂടെ, പ്രവാചകന്മാരിലൂടെ സംഭവിച്ച അതേ കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ, ഓ ദൈവമേ, ചെങ്കടലിനേക്കാൾ വലിയ കലികൾ കുട്ടികൾക്കുള്ളിൽ പോലും ഓ പരിശുദ്ധാത്മാവ് ഇടപെട്ടല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. ഇന്ന് സംഭവിക്കോ
കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയങ്ങൾ ശാന്തമാകട്ടെ, മനസ്സ് ശാന്തമാകട്ടെ, ശരീരം ഈശോയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ, ശാന്തമാകട്ടെ. ദൈവമേ, സ്വർഗത്തിൽ നമ്മുടെ ഏകാഗ്രതയുടെ അഭിഷേകം നൽകണമേ. ഒറ്റ വചനം പോലും പാഴായി പോകാതെ, പക്ഷി വന്ന് കൊത്താതെ, വെയിലേറ്റം വാടാതെ, പലവിചാര വ്യഗ്രത വന്ന് ഞെരുക്കാതെ, ദൈവം ആഗ്രഹിക്കുന്നോടത്തോളം ഫലം പ്രവർത്തിക്കേണ്ടവരായിട്ട് അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങളെ പ്രിയപ്പെട്ട അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അഭിഷേകയുടെ അമ്മ അമ്മയാണല്ലോ, ഞങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ഇരിക്കാം.